നാമനമെടുക്കുക. ദൈവത്തിന്റെ വചനം ഭയത്തോടെ കേട്ടോ. ദൈവത്തിന്റെ വചനം ഭയത്തോടെ കേട്ടോ. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഒരു സന്ധ്യ ദൈവസഭയ്ക്ക് മുകളിൽ പടം വിടർത്തി നിൽക്കുന്നു. അത് നിന്റെ മേലോ, നിന്റെ സന്തതി മേലോ, നിന്റെ സഭയുടെ മേലോ അത് വീണിട്ട് അത് നിനക്ക് കരച്ചിലായി, വിലാപമായി, ദുഃഖമായി, വേദനയായി തീരാതിരിപ്പാൻ ഇന്ന് രാത്രി ദൈവസ്ഥലം മുഴങ്ങാനും അടക്കിക്കും. മനസ്സിലാ ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചാൽ യേശുവിന്റെ നാമത്തിന്, യേശു നാമത്തിന് നിന്റെ കണ്ണുമാരുടെ സ്വത്രം നിയമം ചെയ്യ്, നിന്റെ കാതുമാട്ട് നിയമം ചെയ്യ്, നിന്റെ കാലുമാട്ട് നിയമം ചെയ്യ്, നിന്റെ മനസ്സുമായ നിയമം ചെയ്യ്. സന്ധ്യ നിന്നെ തൊടാതിരിപ്പാൻ, നിന്റെ ഭവനത്തെ ഇല്ലാതാക്കാതിരിപ്പാൻ നാമത്തിന് ദാവീദ് കരയുക. ഇന്ന് ദാവീദിന്റെ വീട്ടിൽ ചെന്ന് രക്തൊടുത്ത് വെണ്ണീർ വാരിയിട്ട് തറയെ കിടന്ന് ഉരുളുന്ന ദാവീദിനെ കാണാം. ചെന്ന് നോക്കിയാൽ എന്നറിയാം, ദാവീദേ, ഈ വിലാപം എവിടുന്ന് വന്ന്, ഈ കരച്ചിൽ എവിടുന്ന് വന്ന്? ശുഭനാമത്തിന് ഈ അവസ്ഥ നിനക്ക് എങ്ങനെ ഉണ്ടായി? അവൻ പറയും, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സന്ധ്യ നേരത്തും ദൈവസന്നിധിയിരുന്നവനാണ്. ഒരു നാള് സന്ധ്യയായപ്പോൾ ഞാൻ ചിന്തിച്ച്, പിന്നാകട്ടെ, പ്രാർത്ഥന പിന്നാകട്ടെ, കൂട്ടായ്മ പിന്നാകട്ടെ, നാളെ ഉണ്ടല്ലോ ഉപവാസം, നാളെ ആകട്ടെ. ഞാൻ പിന്നത്തെ മാറ്റി വെച്ചു. അത് വീട്ടുവന്റെ ഭവനത്തിൽ നിന്ന് ഉയർന്ന ശബ്ദമേതാ? ഉയർന്ന ശബ്ദമേതാ? എന്റെ ഭവനത്തിൽ ഉയർന്ന വിലാപം. ഞാൻ ഇന്ന് രാത്രി വേദനിക്കുമ്പോൾ ചില നിലവിളി എന്റെ കാതിൽ കേൾക്കുന്നു, ചില ഞരക്കം എന്റെ കാതിൽ കേൾക്കുന്നു, ചില വിലാപം എന്റെ കാതിൽ കേൾക്കുന്നു. അത് നിന്നെ കരയിച്ച്, നിന്റെ വീട്ടുകാരെ കരയിച്ച്, സഭക്കാരെ കരയിച്ച്, സഭയിൽ ഉള്ളവരെ കരയിച്ച്, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നിന്റെ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിൽ വരുത്തിയേ ഇറങ്ങി പോകത്തോളെന്ന് ശത്രു വാദിച്ച് നിന്റെ ഭവനത്തെ ഇല്ലാതാക്കുന്ന അതിന് ഇന്ന് രാത്രി ഇറക്കി വിട്ട് ഒരു വിടുതലെടുക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നവരുണ്ട്? യേശുവിന്റെ നാമം എടുക്കുക. ഇറക്കി വിടാൻ മനസ്സുണ്ടോ? സന്ധ്യയുടെ കരച്ചിൽ ഇറക്കി വിടാൻ മനസ്സുണ്ടോ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇറക്കി വിട്ടില്ലെങ്കിൽ അത് നിന്നെ ബാധിക്കും, നിന്റെ ഭാവിയെ ബാധിക്കും, നിന്റെ ആത്മീയ മണ്ഡലത്തെ ബാധിക്കും, നിന്റെ ശുശ്രൂഷയെ ബാധിക്കും, നിന്റെ ആത്മീയ നിലനിൽപ്പിനെ ബാധിക്കും, എന്നിട്ട് നിന്റെ തലമുറയെ ബാധിക്കും. യേശുവിന്റെ നാമത്തിൽ അവന്റെ തലമുറയെ അത് ബാധിച്ചു. ഒരു വലിയ വിലാപം ദാവീദിന്റെ വീട്ടിൽ നടന്നു. ഒരു വലിയ കരച്ചിൽ ദാവീദിന്റെ വീട്ടിലുണ്ടായി. ഒരു വലിയ നിലവിളി ദാവീദിന്റെ വീട്ടിലുണ്ടായി. ഒരു വലിയ മാറത്തടി ദാവീദിന്റെ വീട്ടിലുണ്ടായി. ഇതെഴുതി വച്ചേക്കുന്നത് സന്ധ്യയുടെ കരച്ചിൽ നിന്റെ ഭവനത്തിൽ വ്യാപാർക്കാൻ നീ അനുവദിക്കരുത്. ചില വീടുകളിൽ മുട്ടി വിളിച്ചോണ്ടിരിക്കുക, വാതിലുപോലും മുട്ടി വിളിക്കുക, അകത്ത് കയറി വ്യാപാർക്കാൻ ഇന്ന് രാത്രി ശാസിച്ചതിന്റെ ജയമെടുക്കാൻ പോകുക. ഭവനത്തിൽ വ്യാപാർക്കുന്ന മരണപാശങ്ങൾ, ഭവനത്തിൽ വ്യാപാർക്കുന്ന മാരക രോഗങ്ങൾ, ഭവനത്തിൽ വ്യാപാർക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ദൈവസഭയിൽ വ്യാപാർക്കുന്ന സന്ധിയുടെ കരച്ചിൽ, വിശ്വാസ പ്രാർത്ഥനയുടെ മൂന്നാം രാത്രി ദൈവസഭ അതിനെ ഇറക്കി വിട്ട് വിടുതലെടുക്കുക. ആത്മാവി ദൈവത്തെ സ്തുതിച്ചോ, ആത്മാവി ദൈവത്തെ സ്തുതിച്ചോ.
നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രാത്രി പ്രാർത്ഥിക്കുന്നു, ദൈവമേ അതെന്റെ മേൽ വാഴരുത്, സന്ധ്യ എന്റെ മേൽ വാഴരുത്, ആ ഭീതി എന്റെ മേൽ വാഴരുത്, എന്റെ കുടുംബത്തിൽ അത് വാഴരുത്, എന്റെ ഹൃദയത്തിൽ അത് വാഴരുത്, ആ ദുഷ്ടൻ എന്റെ മേൽ വാഴരുത്. ഓ യേശുവിന്റെ നാമത്തില്, യേശു നാമത്തില് അതെന്റെ ഭാവിയിൽ വാഴരുത്, അതെന്റെ സഭയിൽ വാഴരുത്, അത് നമ്മുടെ തലമുറയെ വാഴരുത്. നിസ്സാരം, ചിലത് നിസ്സാരമെന്ന് എണ്ണി കിട്ടും. യേശു നാമത്തില് നിസ്സാരമായി ഈ ശുശ്രൂഷ നിസ്സാരമായി കാണരുത്, ഈ ആത്മീയ മണ്ഡലത്തെ നിസ്സാരമായി കാണരുത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഈ സഭയുടെ മേൽ ഒരു വലിയ സന്ധിയുടെ വ്യാപാരം ഉയർന്നു നിൽക്കുന്നു. അതിനെ പൊട്ടിച്ചു മാറ്റാൻ ദൈവത്തിന് ഹിതമുണ്ട്. പക്ഷെ ഏറ്റെടുക്കാൻ എന്റെ ജനം തയ്യാറായാൽ, എന്റെ ജനം തയ്യാറായാൽ നിനക്ക് വരണ്ടിയ, നിന്റെ ഭവനത്തിൽ വരണ്ടിയ ചില അനർത്ഥങ്ങൾ വഴിമാറിപ്പോകുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിന്റെ ഭവനത്തിൽ ഞരക്കവും വേദനയും, നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും ആരായിരുന്നു വരുത്തിയത്? ഉഷസ്സല്ല. ദൈവവചനം പറയുന്നു സന്ധ്യ. സന്ധ്യ വന്നാൽ അതിന്റെ പിറകിൽ ആരുണ്ട്? ആരുണ്ട്? കാര്യങ്ങൾക്ക് സ്വത്രം. ഞാനിപ്പോൾ പറയുന്ന വചനം അത്ര മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വചനം അത്രയും അറിയാൻ വയ്യാത്തോണ്ടായിരിക്കാം. സ്വത്രം, സ്വത്രം. സന്ധ്യ കയറി വരുമ്പോൾ അതിന്റെ കൂടെ ആരും കൂടെ വരുന്നുണ്ട്, കരച്ചിലും കൂടെ കയറി വരുന്നുണ്ട്. അത് നിന്റെ ഭവനത്തെ രാപാർക്കാൻ നീ അവസരം കൊടുത്തെങ്കിലേ എന്ത് ചെയ്യൂ? അത് രാപാർക്കത്തോളൂ. അതിനെ ഇറക്കി വിടാൻ, അതിനെ ഇറക്കി വിടാൻ നീ മനസ്സ് വെച്ചാൽ അത് നിന്റെ ഭവനത്തിൽ ആധിപത്യം നടത്തത്തില്ല. ഇന്ന് രാത്രി ചില പാപങ്ങളെ ഇറക്കി വിട്, പാപ സ്വഭാവങ്ങളെ ഇറക്കി വിട്, ചില ഭിന്നതകളെ ഇറക്കി വിട്, സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങളെ ഇന്ന് രാത്രി ഇറക്കി വിട്ട് ആ സ്ഥാനത്ത് ക്രിസ്തു ഉദിച്ച് നിൽക്കട്ടെ, വചനം ഉദിച്ച് നിൽക്കട്ടെ, ദൈവപ്രവൃത്തി ഉദിച്ച് നിൽക്കട്ടെ, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണമായി നിൽക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അടങ്ങി വരട്ടെ. ദാവീദ് ആ സന്ധ്യയെ കീഴ്പ്പെടുത്താതെ പോയത് നിമിത്തം യേശുനാമത്തില് അവനെ ബാധിച്ചു, അതവന്റെ ഭവനത്തെ ബാധിച്ചു. അത് നിമിത്തം അവന്റെ തലമുറ മരിക്കേണ്ടി വന്നു. ആര് മരിക്കേണ്ടി വന്നു? അവന്റെ തലമുറ ദാവീദിന് നഷ്ടപ്പെട്ടു. തലമുറ നഷ്ടപ്പെട്ടു. പെന്തക്കോസ്ത് മണ്ഡലത്തിൽ പൊങ്ങി വരുന്ന സന്ധ്യ തിരിച്ചറിയും. മനസ്സില്ലാതെ പോയാൽ ഇന്ന് രാത്രി പറയട്ടെ, നീ പ്രതീക്ഷ വെച്ച നിന്റെ തലമുറയായിരിക്കും ഒരു പക്ഷേ ദൈവകൃപയെ നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവകൃപയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധി ഇടിവിൽ നിൽക്കുന്ന മാതാമകൾ സ്വത്രം പിതാക്കന്മാർക്കായി, മാതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തലമുറ നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി ദൈവസന്നിധി ഈ ദൂതത്തെ ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിന് ദാവീദിനെ കീഴ്പ്പെടുത്തിയില്ല,
അത് നിമിത്തം ആ സന്ധ്യ അവനെ പരാജയപ്പെടുത്തി. യാക്കോബിനെ മൂടിയ സന്ധ്യ 20 വർഷം കഴിഞ്ഞപ്പോൾ അവൻ അവനെ കീഴ്പ്പെടുത്തി. പറഞ്ഞു, യാക്കോബേ, ഒരു ഉഷസ്സുദിക്കുന്നുണ്ട്. ഇനി നീ പരാജയപ്പെട്ട് കിടക്കണ്ട, നീ ആത്മാവിൽ ജയിച്ചു മുന്നേറ. ശുഭനാമത്തിന് പെനിയൽ കണക്ക് ഒരു വിടുതൽ നിനക്കായി തുറക്കപ്പെടുകയാണ്. യേശുനാമത്തിന് ലോകത്തിന്റെ മേൽ സന്ധ്യ മൂടും, ജാതികളുടെ മേൽ സന്ധ്യ മൂടും, രാഷ്ട്രങ്ങളുടെ മേൽ സന്ധ്യ മൂടും, ഭരണാധികാരികളുടെ മേൽ സന്ധ്യ മൂടും, ഇടത്തും വലത്തും സന്ധ്യ മൂടും. പക്ഷേ ദൈവസഭയെ നിന്നെ അത് മൂടാതിരിക്കാൻ നീ നിന്റെ വിശ്വാസ ജീവിതം കാത്തുകൊള്ളുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ മേൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ മേൽ ഒരു വലിയ ഭീതിയുടെ സന്ധ്യ ഇസ്രായേലിനെ സ്വത്രം ബാധിച്ചപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞു, ഒരു സന്ധ്യ ഇസ്രായേലിനെ ഫറവോന്റെ കൊട്ടാരം തുടങ്ങി ശുഭനാമത്തിന് മൃഗജാതി ആടുമാട് സകലത്തിന്മേലും അവന്റെ ആദിജാതൻ വരെ ഒരു സന്ധ്യ ഇസ്രായേലിനെ മൂടാൻ പോകിയ. ഇസ്രായേലേ, നിന്നെ അത് തൊടാതിരിപ്പാൻ നിന്റെ വീട്ടിൽ മാസം 10-ാം തീയതി ഒരു കുഞ്ഞാടിനെ വേർതിരിച്ച് 14-ാം തീയതി സന്ധിക്ക് നീ അറുത്ത് യേശുനാമത്തിന് അതിന്റെ രക്തം കട്ടളക്കാൻമേലും കുറുമ്പടിമേലും നീ പുരട്ടണം. എന്തിനാ? ഒരു സന്ധ്യ നിന്റെ വീടിന്റെ വാതിലൂടെ വരുന്നു, നിന്റെ കൂടാര വാതിലൂടെ വരുന്നു, നിന്റെ ദേശത്തൂടെ വരുന്നു. അത് ഫറവോന്റെ കൊട്ടാരം തുടങ്ങി നിലവിളി ഉയരാൻ പോകിയ. ആ സന്ധ്യ മിസ്രൈമിനെ കരയിപ്പിക്കാൻ പോകിയ. ഫറവോൻ കരയാൻ പോകിയ, മിസ്രൈം ദേശം കരയാൻ പോകിയ. പക്ഷേ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ നിന്റെ ഭവനത്തിൽ, നിന്റെ കൂടാരത്തിൽ ആ കരച്ചില് കയറാതിരിപ്പാൻ നിന്റെ ഭവനത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെടണം. ഓ, ശുഭനാമത്തിന്, യേശുനാമത്തിന്. അതുകൊണ്ട് മാസം 10-ാം തീയതി വേർതിരിച്ച കുഞ്ഞാടിനെ 14-ാം തീയതി സന്ധ്യ നേരത്ത് അതിനെ അറുത്തു. സന്ധ്യ നേരത്ത് ഇസ്രായേൽ കൂടാരങ്ങളിൽ ഒരു കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ മനുഷ്യന്റെ കരച്ചിലല്ല, ഇസ്രായേലിന്റെ കരച്ചിലല്ല. ആ കരച്ചിൽ ആരുടെ കരച്ചില? ഒരു കുഞ്ഞാടിന്റെ കരച്ചിൽ ഇസ്രായേൽ കൂടാരങ്ങളിൽ കേട്ടു. ആര് കരയേണ്ടിയ കരച്ചില? ഇസ്രായേലേ, നീ കരയേണ്ടിയ കരച്ചിൽ കുഞ്ഞാട് ആ കരച്ചിൽ ഏറ്റെടുത്തു. നാമത്തിന് കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ കരഞ്ഞു, മുറിവേറ്റ് അവന്റെ രക്തം ഇസ്രായേലിനെ ഊറ്റിത്തന്നു. ശുഭനാമത്തിന്, യേശുനാമത്തിന്. ആ രക്തം കള്ളക്കാലിലും ഉറുമ്പടിമേലും അടയാളമായി പോയിട്ടു. ശുഭനാമത്തിന്. ആ കരച്ചിലിന്റെ സന്ധ്യ, ആ കരച്ചിലിന്റെ ബാധ ഇസ്രായേൽ കൂടാരങ്ങളെ ഒഴിഞ്ഞുപോയി. യേശുനാമത്തിന്. ആരെ കരയിച്ചു? ആരെ കരയിച്ചു? അത് മിസ്രൈമിനെ കരയിച്ചു, ഫറവോനെ കരയിച്ചു, ജാതികളെ കരയിച്ചു. യേശുനാമത്തില്. ആ സമയത്ത് ഇസ്രായേലിന്റെ കൂടാരത്തിൽ ഉഷസ്സിന്റെ പുതുപുലരി, ഉഷസ്സിന്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ ഒരു പുറപ്പാടിന്റെ ആനന്ദം, ഒരു യാത്രയുടെ ആനന്ദം, ജയത്തിന്റെ ആനന്ദം, വിടുതലിന്റെ ആനന്ദം. ശുഭനാമത്തിന് ആനന്ദം അകത്തുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ശുഭനാമത്തിന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക. ഞാനും നീ കരയേണ്ട സ്ഥാനത്ത് യുഗത്തിന്റെ അവസാനം, യുഗത്തിന്റെ സന്ധി, കാലുടെ കുലക്കളത്തിൽ വാനിനും ഭൂമിനും നടുവിൽ, ഇരുകള്ളന്മാരുടെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് അവന്റെ നിലവിളി, അവന്റെ നിലവിളി എന്റെ നിങ്ങളുടെ നിലവിളി എടുത്തു മാറ്റി. അവൻ പറയുന്നത് ഇനി കരയണ്ട,
നീ കരയേണ്ട സ്ഥാനത്ത് ഞാൻ കരഞ്ഞു, നീ മുറിവേക്കേണ്ട സ്ഥാനത്ത് ഞാൻ മുറിവേറ്റു, നീ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ മരിച്ചു. യേശുവിന്റെ നാമത്തിന് നിന്റെ കരച്ചിൽ എടുത്തു മാറ്റി, നിന്റെ വിലാപത്തെ എടുത്തു മാറ്റി, നിന്റെ രക്തം എടുത്തു മാറ്റി, നിന്റെ വെണ്ണീർ എടുത്തു മാറ്റി. ഇനി ദുഃഖത്തിന് പകരം സ്തുതി എന്ന മേധാവ അവൻ എന്നെ നിങ്ങളെ മരിപ്പിച്ച ദൈവ സ്നേഹത്തിനാൽ ആ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഓ, യേശുവിന്റെ നാമം എടുക്കുക. കാൽവരി കരയുന്ന കരച്ചിലിന്റെ ശബ്ദം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് കാൽവരിക്കളത്തിൽ കേൾക്കുന്ന ശബ്ദം എത്ര പേരുടെ കാതുകളിൽ വിടങ്ങുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി കരയുന്ന കരച്ചില. നീ വിലപിക്കേണ്ട സ്ഥാനത്ത്, നീ ദുഃഖിക്കേണ്ട സ്ഥാനത്ത്, നീ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, നിന്റെ ഭവനത്തിൽ കയറുന്ന സന്ധ്യ, നിന്റെ ഭവനത്തിൽ കയറി വന്ന വിലാപം, നിന്റെ ഭവനത്തിൽ കയറി വന്ന അനർത്ഥം, നിന്റെ ജീവിതത്തിൽ വന്നതായ അനർത്ഥത്തെ കാൽവരി കർത്താവ് ഏറ്റെടുത്തു. അണ്ണടച്ചാട്ടെ, യേശുവിനെ നാമം എടുക്കുക. സന്ധ്യയുടെ കരച്ചിൽ, സന്ധ്യയുടെ കരച്ചിൽ നിന്റെ ഭവനത്തെ ഒഴിഞ്ഞു പോകേണ്ടത്, നിന്റെ സഭയെ ഒഴിഞ്ഞു പോകേണ്ടത്, നിന്റെ തലമുറ ഒഴിഞ്ഞു പോകേണ്ടത്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസ പ്രാർത്ഥന. ചില ഭീതികളെ ദൈവം ഒഴിച്ചു വിടുക, ചില അനർത്ഥങ്ങളെ ദൈവാത്മാവിന്റെ രാത്രി ഒഴിച്ചു വിടുക. നേർക്ക് നേരെ വരുന്ന വിലാപം, നേർക്ക് നേരെ വരുന്ന അപകടങ്ങൾ, നേർക്ക് നേരെ വരുന്ന അനർത്ഥങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴി മാറിപ്പോകട്ടെ. അല്ല, ദൈവമക്കളെ കണ്ണടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമം എടുക്കുക. ഇത്രയും സമയം ദൈവം സന്നിധിക്കുകയായിരുന്നു. ഒരു നിമിഷം ദൈവമക്കളെ എഴുതിയിട്ട് നിന്നാട്ടെ. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച്